നമ്മൾ വയനാട് പോയതിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആയിട്ടാണ് ഇന്നത്തത്. അപ്പോൾ എന്താ വെച്ചാൽ ഞാനും ആദ്യമോനും കൂടി നേരെ വയനാട് ചുരത്തിൻ്റെ ഏതാണ്ട് ഒരു പകുതി മുക്കാൽ ഭാഗം ഞങ്ങൾ പാസ് ചെയ്തിട്ടാണ്. അങ്ങനെ പോണ പോക്കിൽ ഇപ്പോൾ റോഡിൻ്റെ സൈഡിലുള്ള ഭിത്തികളിലൊക്കെ നല്ല കുരങ്ങന്മാർ ഒരുപാട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കുരങ്ങന്മാർ നല്ല ഭയങ്കര ഇതിൽ ആക്രമിക്കുകയോ ഇല്ലയെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കേട്ടോ. കാരണം നമ്മളെ കയ്യിൽ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നടങ്കം വന്നുകൊണ്ട് നമ്മളെ ആക്രമിക്കുമെന്ന് പറയാൻ പറ്റില്ല. അവരെ ഉപദ്രവിക്കാനൊന്നിനും പോയിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ അവരൊരു നല്ലൊരു ഇതല്ലേ, ഒന്നും ചെയ്യാൻ പാടില്ല. അവരൊക്കെ കാട്ടിൽ നമ്മളെ പോലെ നമ്മൾ ഇതേമാതിരി പുറത്തൊക്കെ നമ്മളെ നാട്ടിലത്തെ തിരൂരത്ത് നമ്മളെ വേക്കിലുള്ളത് നമ്മളെ തിരൂർ വണ്ടിയാണ്. അത് കാണുമ്പോൾ വല്ലാത്തൊരു അനുഭവം. നമ്മൾ വയനാട് എന്ന് കണ്ട് നമ്മളെ KL 55 വണ്ടി കാണുമ്പോൾ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ആരോടും പറഞ്ഞറിയിക്കണ്ടത് നമ്മളെ നാട്ടിൽ KL 55 വണ്ടിയൊക്കെ കാണുമ്പോൾ നമ്മളത് 55ആണ്, ബാക്കിലുള്ള 55ആണ്. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക വ്യൂ അല്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞങ്ങളിത് ചെറുത്തിൻ്റെ മുകളിലെത്താനായിട്ടാണ്, കുറച്ചും കൂടി പോകാണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ ഫുള്ള് ഇതാക്കാം. അങ്ങോട്ടൊക്കെ ഇനി മേലൊക്കെയാണ് ഇനി കയറി പോകാനുള്ളത്. അങ്ങനെ ഞങ്ങൾ വയനാട് ചുരത്തിൻ്റെ ഏതാണ്ട് നല്ല വ്യൂ പോയിൻ്റ് എത്തിയിട്ട്, നല്ല വ്യൂ പോയിൻ്റാണ്, നല്ല രസമുള്ള പ്രത്യേക തരം എല്ലായിടത്തും നല്ല ഭംഗിയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാൻ പറ്റിയൊരു പ്രത്യേക തരം സ്ഥലമായിരുന്നിട്ട് നമ്മൾ എത്തിപ്പെട്ടത്. ജസ്റ്റ് ഫോട്ടോ എടുക്കുക വെച്ചിട്ട് നിർത്തിയതിനിട്ട് നോക്കുമ്പോൾ ഇനി അവിടെ നിന്ന് മേലേക്ക് കുറച്ച് ദൂരമുള്ളവരുടെ പോകാനും കൂടുതലായിട്ടൊന്നുമില്ല. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഹൈറ്റ് നല്ല ഹൈറ്റാട്ടോ. സാധാരണ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അവിടെ, വിദേശികളായിട്ടുള്ളവരും പുറത്തുനിന്നുള്ളവരും അവിടെയുള്ള പരിസരവാസികളായിട്ടുള്ളവരും ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. കാരണം താഴേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ഇത്ര താഴേന്ന് നമ്മൾ വന്നത് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തത മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ നമ്മളതിൻ്റെ മുകളിൽ ഇങ്ങോട്ട് കിട്ടുമ്പോൾ നല്ല പ്രത്യേകതര തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ തന്നെ നമ്മളങ്ങോട്ട് ഇതാവട്ടെ. ചിലപ്പോൾ നമ്മൾ മുകളിലെത്തുന്ന ചില സമയങ്ങളിൽ നമുക്ക് ചെവി അടയാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടാവില്ല, എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ മുകളിലെത്തി കഴിഞ്ഞിട്ട് നമുക്ക് ചെവി ചെറുതായിട്ട് ഇങ്ങനെ അടഞ്ഞു പോവുക, അതേമാതിരി അങ്ങനത്തെ ഒക്കെ ഒരു ഫീലിങ്സൊക്കെ പൊതുവേ ഉണ്ടായാലുണ്ട് കേട്ടോ. നമ്മൾ ഈ ഏറ്റവും ഹൈ റേഞ്ചിൻ്റെ മേലേക്കൊക്കെ ചെല്ലുന്ന സമയത്തൊക്കെയാണ് കൂടുതലായിട്ട് ഇങ്ങനെ ഉണ്ടായാലിട്ടോ. നമ്മൾ ബൈക്ക് റണ്ണിങ്ങിൽ തന്നെ ഇട്ടിട്ട്, കാരണം ബൈക്ക് ഒരുപാട് ഓടി വന്നുകൊണ്ട് പിന്നെ അത് റണ്ണിങ് ഇടാതിരിക്കേണ്ടത് ശരിയല്ലല്ലോ. കാരണം പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് ഓഫ് ആക്കുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ വയനാട് ചുരത്തിൻ്റെ അടുത്തെത്തിയിട്ടാണ്. അങ്ങനെ നമ്മുടെ വയനാട് ചുരത്തിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അവിടത്തിൽ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെയുള്ള നിലവിലുള്ള സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളത്, അതേപോലെ തന്നെ ഓരോരോ സംഭവങ്ങളുണ്ടല്ലോ നമുക്കുള്ള ഈ ജൈൻ ടെമ്പിൾ, അങ്ങനത്തെ ഒരുവിധം സാധനങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. നമുക്കത് അവിടുത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട് അതവിടെ ചുമരുമ്പോൾ തന്നെ, ആ ഗേറ്റിൻ്റെ ചുമരുമ്പോൾ തന്നെ മൊത്തത്തിൽ ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വയനാട് ചുരം കയറി കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം അവിടെ താഴത്തുനിന്ന് കഴിച്ചില്ലേ, മുകളിലെത്തിൻ്റെ ശേഷം മുകളിൽ നിന്ന് എവിടെ നിന്നെങ്കിലും കഴിക്കുക എന്നുള്ള നിലയ്ക്കാണ് കേട്ടോ. അങ്ങനെ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ഇതിൻ്റെ അടുത്ത് വൈത്തിരി പാർക്കിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ബാമ്പു ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട്. അമ്മുന് വെള്ളപ്പം വേണമെന്ന് പറഞ്ഞു, ഞാൻ നൂൽപുട്ടും എടുത്ത് കേട്ടോ. നൂൽപുട്ട് ഉണ്ടായിരുന്നത് ഒരു നോർമൽ കറി, ചിക്കൻ കറി, പിന്നെ അതേമാതിരി കടലക്കറിയൊക്കെ തന്നെ ഇടണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കടലക്കറി ഓർഡർ ചെയ്തോളൂ, ഒരു ചെറിയ ചിക്കൻ കറി ആദ്യമോനും വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കണം. പിന്നെ അവിടെ നിന്ന് കിട്ടാൻ കുറച്ച് സാവകാശമായിട്ട്, കാരണം അവിടെ ഒരാളെ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ നിലവിൽ ഈ ഒരു പ്രശ്നം വന്നതിൻ്റെ ശേഷം അവിടെയുള്ള ഒരുവിധം ടൂറിസ്റ്റ് മേഖലകളിലൊന്നും ഇല്ല കേട്ടോ. നിലവിൽ എല്ലാ ടൂറിസ്റ്റ് മേഖലയും ലോക്കായിരിക്കുന്നു കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ സ്റ്റേ ആയി കിടക്കുകയാണ്, ഒന്നുമില്ല കേട്ടോ. ഒരുവിധം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതേമാതിരി ഇവർ ഭക്ഷണം ഹോട്ടലുകാർക്കൊക്കെ എന്ന് വെച്ചാൽ വളരെ സ്ലോ ആയിട്ടോ, കാര്യങ്ങളൊന്നും നടന്നുകൊണ്ടിരിക്കണില്ല. കാരണം അവർക്കൊന്നും കച്ചവടമോ കാര്യങ്ങളോ ഹോട്ടലിലൊന്നും സ്റ്റാഫോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവിടെ എന്താ വെച്ചാൽ പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള വൈത്തിരി പാർക്ക് കയറിയിട്ടോ. വൈത്തിരി പാർക്ക് കയറിയപ്പോഴാണ് അവിടെ എന്താ വെച്ചാൽ കൂടുതൽ സമയം ചിലവഴിക്കണം എന്നുള്ളൊരിത് പറഞ്ഞു കേട്ടത്. ഇതിപ്പോൾ നമ്മൾ അവിടുത്തെ ആ പാർക്കിൻ്റെ ചുമരങ്ങുമ്പോൾ തന്നെ അവിടുത്തെ വയനാടിൻ്റെ ഒരു എന്തെല്ലാം സവിശേഷതകളാണ് അവിടെ എന്നുള്ളതിൻ്റെ ഒരുപാട് മാതൃകാപരമായിട്ടുള്ള പിക്ചറുകൾ അവിടെ കാണാൻ കഴിഞ്ഞിട്ടോ. വയനാട് ചുരം കാണിച്ചു തന്നത് നമ്മുടെ കരിന്തണ്ടൻ്റെ ഒരു രൂപം എന്നുള്ള നിലയ്ക്ക് അതുകൊണ്ട് കഴിഞ്ഞിട്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നമ്മൾ പ്രായമുള്ള ഒരു ഉമ്മ അവിടുന്ന് ഉപ്പിലിട്ടതും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടാവും. ഉമ്മ കുറേ നിർബന്ധിച്ചിട്ട് എന്തെങ്കിലും കഴിച്ചാൽ ഞങ്ങൾ കുറേ സാധനങ്ങൾ ഉപ്പിലിട്ടൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ തിരിച്ചു വരുന്ന വഴിയിലാണ് നമ്മുടെ പഴയ മിലിറ്ററി ഉപയോഗിച്ചിരുന്ന ഒരു വാഹനമാണ് കേട്ടോ, ഓഫ് റോഡ് ടൈപ്പ് വാഹനം. ഇത് കണ്ടപ്പോൾ നമുക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ്, കാരണം വാഹനത്തോട് ഇഷ്ടപ്പെടുന്ന ആർക്കായാലും ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് കേട്ടോ. കാരണം ഇത് വണ്ടി ഇങ്ങനത്തെ ഒരു ടൈപ്പ് കാണുമ്പോൾ പിന്നെ നമ്മളവിടെ നമ്മുടെ റിലേറ്റീവിൻ്റെ വീടുണ്ട്. അപ്പോൾ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങിച്ചിട്ട് കയറി ചെയ്താട്ടോ. അപ്പോൾ ആദ്യം മോനായിട്ട് കയറി ചെയ്താണ്ട് ഒരുവിധം സാധനങ്ങളൊക്കെ അവന് വാങ്ങിയിട്ട്. അപ്പോൾ പോണ വഴിയിൽ അത്യാവശ്യം ഒരു നല്ല വ്യൂ ആയിട്ടുള്ള തേയിലത്തോട്ടത്തിൻ്റെ സെൻറ്ററിലാണ് കേട്ടോ അവിടെ വീട് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യ ഒരു വട്ടം പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഏട്ടനെ വിളിച്ചപ്പോഴാണ്
മാമനെ വിളിച്ചപ്പോഴാണ് നമുക്ക് വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ തുണ്ടിലെത്തി. ഈ റോഡിൻ്റെ വക്കിൻ്റെ സൈഡ് ലെഫ്റ്റ് സൈഡിലൊക്കെ തേയിലത്തോട്ടവും കാപ്പിത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അടിക്ക് ഈ ബൈക്കിൻ്റെ നേരെ മുന്നോട്ട് കാണുന്ന അടിവശത്താണ് അവരെ വീട് കാണുന്നത് കേട്ടോ. കാരണം അവർ ഒരുപാടായിട്ട് ഇവിടെ ഉള്ള നമ്മുടെ ഒരു അമ്മായിയാണ്, വൈഫിൻ്റെ ഒരു അമ്മായിയാണ് ഇപ്പോൾ ഈ വീടിൻ്റെ ഇവിടെ താഴത്തുള്ള കേട്ടോ. അപ്പം നമ്മൾ വന്നപ്പോൾ നമ്മൾ അവരെ റിലേറ്റീവ് ആയിട്ടുള്ള വേറെയും കുറേ ആളുകളും അവിടെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവർ എന്താ വെച്ചാൽ ഇവർക്കൊരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. അവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ അവർ പുതിയതായിട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഒക്കെ ഒരു സ്ഥലം വാങ്ങി റിസോർട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞ റിസോർട്ടിൽ നിൽക്കുക എന്നുള്ള നിലയ്ക്കാണ് അവരൊക്കെ വിളിച്ചിരുന്നത്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ റിസോർട്ടിൽ നിൽക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടില്ല, നമ്മളൊരു 1 day ടൂർ എന്നുള്ള ലെവലാണ് നമ്മൾ ഇറങ്ങി തിരിച്ചു കിട്ടുക. അപ്പോൾ അവിടെ വന്നപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അവിടെ എല്ലാവരും ഉണ്ട്. ചായയും കാര്യങ്ങളൊക്കെ കുടിക്കാനുള്ള പരിപാടി തന്നെ ഞങ്ങളവിടെ എത്തിപ്പെട്ടപ്പെട്ടോ. അവിടെ വന്നപ്പോൾ ഓരോ വീടിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ മക്കളും പിന്നെ അവിടുത്തെ അമ്മായും മാമനും തന്നെ. മാമൻ പണിക്ക് പോയിരുന്നു, പിന്നെ മക്കളൊന്നും എത്തിയില്ല. മക്കളൊക്കെ ഓരോ ജോലിക്കാരും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ ആരും ഇല്ലേന്ന് കേട്ടോ. പിന്നെ ഇത് നമ്മളെ നാട്ടിൽ നിന്ന് തിരൂരിൽ നിന്ന് പോയ ആളുകൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം തന്നെ അവിടെ നിന്ന് അമ്മായി ചായയും പഴംപൊരിയും പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തന്നെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ ആളുകളൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും വിദ്യാഭ്യാസം പ്രത്യേക ഇതിലൊക്കെ ഒന്ന് ഇറങ്ങുന്ന ആൾക്കാർ. അപ്പം നമ്മളവിടെ കുറച്ച് നേരം നിന്ന് ചിലവഴിച്ച് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം നമ്മളവിടെ നിന്ന് കയറിയിട്ടാണ്. കാരണം ഇനി നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കവർ ചെയ്യേണ്ടതായിട്ടും ഉള്ളതും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. പോണ പോക്കിൽ തേയിലൊക്കെ നുള്ളി വന്ന് ചാക്കിലാക്കി വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ തേയിലത്തോട്ടത്തിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കാൻ വെച്ചിട്ട് നിന്നാ കേട്ടോ. തേയിലത്തോട്ടം നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ കേട്ടോ. നമ്മളെ സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ചാണ് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പണി നമുക്ക് കിട്ടിയിട്ട് തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ ഇത്രത്തോളം പ്രതീക്ഷിക്കാത്തൊരു പണി കിട്ടും എന്നുള്ളത് നമ്മൾ ഇത്രയും കാലമായിട്ട് നമ്മൾ വയനാട് പോയിരുന്നെങ്കിലും ശരി ഇങ്ങനെ ഒരു അനുഭവം നമുക്കില്ലായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്ക് ഒരു പ്രത്യേക തരം തേനുണ്ട്. നമ്മൾ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നതിനിടയിൽ ഞാൻ എൻ്റെ ചെരുപ്പിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ ഒരു പ്രത്യേക ഒരു എന്തോ ഒരു കുത്തണ പോലെ അങ്ങനെ ഫീൽ ചെയ്ത് എനിക്ക്. അപ്പോൾ എനിക്ക് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളെ കാലിൻ്റെ ഉള്ളിലൊക്കെ എല്ലാവരുടെ കാലിൻ്റെ ഉള്ളിലും അട്ട കയറിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് മനസ്സിലായത്. പക്ഷെ ഭാഗ്യത്തിന് അമ്മൂൻ്റെ കാലുമ്പോൾ ഒറ്റ അട്ടയും കടിച്ചില്ല കേട്ടോ. എൻ്റെ കാലുമ്മേൽ എല്ലായിടത്തും അട്ട കടിച്ചു. ആദ്യമോൻ്റെ കാലുമ്മേലും കടിച്ചു. ആദ്യമോൻ്റെ കാലുമ്പോൾ 2 എണ്ണ കടിച്ചത്. എൻ്റെ കാലുമ്പോൾ 1 കടിച്ചിട്ടുള്ളൂ കേട്ടോ. മൊത്തത്തിൽ 3-4 അട്ട ഞങ്ങളൊക്കെ കടിച്ചിട്ടാണ്. അപ്പോൾ ആ കുട്ടീൻ്റെ മേത്ത് കടിച്ചപ്പോഴാണ് നമുക്ക് ആകെ വിഷമമായത്. ആകെ പേടിച്ച് നൂലൊളിച്ച് അലറി വിളിച്ച് കരയെന്ന് കുട്ടിയിട്ട്. കാരണം ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ മറ്റേ അനുഭവം ഉണ്ടായണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ വയനാട് പോണവരൊക്കെ എന്താ വെച്ചാൽ റബ്ബറിൻ്റെ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇതേമാതിരി ഒന്ന് ശ്രദ്ധിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട് ബാക്കിയുള്ള വീഡിയോ അടുത്ത് തുടർന്ന് വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.